വെണ്ടയ്ക്ക കാണിക്കാവേ, വെണ്ട കാണിക്കാവേ. മഴക്കാലമായിട്ട് നമ്മളുണ്ടല്ലോ കുറേ പച്ചക്കറി നട്ടാലും പകുതിയും പിടിച്ചു കിട്ടില്ല കേട്ടോ. അടമഴയല്ലായിരുന്നോ, കുറച്ചൊക്കെ ശോഷിച്ചിങ്ങനെ നിന്ന് പോയി എന്ന് വിചാരിച്ചേ. പക്ഷേ 2-3 ദിവസം വെയിൽ കഴിഞ്ഞപ്പം പയ്യെ കയറി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മഴക്കാലം ആകുമ്പോൾ പച്ചക്കറിയുടെ പുറകെ നടന്നാലാ ഇതൊക്കെ ഒന്ന് മെച്ചമായി വരുള്ളൂ. ഇതുണ്ടോ, ഇതൊക്കെ പോയെന്ന് വിചാരിച്ചതാണേ. പോകുമെന്ന് വിചാരിച്ച് ഞാൻ 2-3 എണ്ണം ഒരു ചോടിൽ 3-4 എണ്ണം വെച്ച് നട്ടു കേട്ടോ. പോയിട്ടില്ല. വളർച്ച ഇച്ചിരി കുറവാണെങ്കിലും ഞാൻ ഇച്ചിരി വളമിട്ട് കൊടുക്കാമെന്നോർത്ത് ഇച്ചിരി ചാണകപ്പൊടി എല്ലുപൊടിയും കൂടെ ഞാൻ ഇതിന് തൂളുമായിരുന്നു. എന്നാലും നിങ്ങളെവിടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ കയറി വന്നാൽ രക്ഷപ്പെട്ടു കേട്ടോ. നിന്ന് കഴിച്ചോളൂ. ഈ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണേ പച്ചക്കറി നമ്മൾ ശരിക്കും നോക്കിയില്ലെങ്കിൽ ഇത് പിടിച്ച് കിട്ടില്ല കേട്ടോ. കുറേശ്ശെ വളം തൂളിക്കൊടുത്തിട്ട് എല്ലുപൊടി ചാണകപ്പൊടിയാണ് അത് തൂളിക്കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 2-3 കണ്ട് പിടിച്ച് കിട്ടിയാൽ മതി. പിടിച്ച് കിട്ടിയാൽ പിന്നെ അതുപോലെ എന്നും കായ ഉണ്ടാവുകയെ. പക്ഷെ പിടിച്ച് കിട്ടാൻ ഇച്ചിരി പാടാം. നമ്മൾ നോക്കണം ശരിക്കും. അങ്ങനെ കുറച്ച് ഒരു 8-10 ചൂടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് മെലിഞ്ഞൊക്കെയാണ് നിൽക്കുന്നത്. ഇനി അവനെ കയറ്റിക്കൊണ്ട് വരണം. ഈ മഴ കാരണം ഇങ്ങനെ ക്ഷീണിതനായിട്ട് നിൽക്കുന്നതേ. നമ്മുടെ ഒരു കുറച്ച് ചൂട് വെക്കുവാണെങ്കിലേ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പറിച്ചെടുക്കാമല്ലോ. ഇച്ചിരി മെനക്കെടണം. കുഞ്ഞു പിള്ളേരെ നോക്കുന്ന പോലെ നോക്കണം. ഞാൻ 2 വെള്ളരിയും നട്ടേ. വെള്ളരി കുറച്ച് കയറിയപ്പോൾ തന്നെ അതിന് പൂവായി കേട്ടോ. ഒരുപാട് ഇത് കായ്ച്ചാലേ അറിയത്തുള്ളൂ കുക്കുമ്പറാണോ വെള്ളരിയാണോ എന്ന്. ഇതും ഒരു ചോട്, ഇതും ഒരു ചോട്. 2 എണ്ണവും കിട്ടി. 2 ഇവിടെ 1 ഉണ്ട്. അത് കയറി വരുന്നുണ്ട്. മഴ കാരണമേ കുറേയൊക്കെ പോയി. പിന്നെ 3-4 ചോടൊക്കെ 2-3 ചോട് പിടിച്ച് കിട്ടിയാലും നമ്മുടെ ആവശ്യത്തിനാകും. നമ്മളിങ്ങനെ മെനക്കെട്ട് ഇവൻ്റെ പുറകെ നടന്നാലേ ഇവന് മഴയായതുകൊണ്ട് അതിജീവിച്ച് വരുള്ളൂ. അതിൽ പൂവുണ്ടായി കേട്ടോ. 3-4 ചോട് പോകാണ്ട് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ കുറേ ചെറിയ ചെറിയ രീതിയിലുള്ള പച്ചക്കറി കൃഷിയൊക്കെ ഉള്ളൂ കേട്ടോ എനിക്ക്, നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത്.